ഹലോ നമസ്കാരം. ഗോസ്റ്റ് ലൈറ്റ് ഇംഗ്ലീഷ് സിനിമയാണ്. 2024 ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ്. കഴിഞ്ഞ ദിവസം പോയി കണ്ടു. ഒരു കൺസ്ട്രക്ഷൻ വർക്കർ, റോഡ് പണിയൊക്കെ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കർ. പക്ഷെ അയാൾക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്, എന്തോ ഭയങ്കര സങ്കടമുണ്ട്. ഫാമിലിയിൽ എന്തോ ഭയങ്കര ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്. മോളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. കാരണം അത് ഒരു ടീച്ചറെ പിടിച്ച് ഉന്തും. അപ്പോൾ അങ്ങനത്തെ കേസിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അത് സസ്പെൻഷനാക്കി മാറ്റാൻ പറ്റുമോ നോക്കാം, പക്ഷെ തെറപ്പിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇയാൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൊരു ഹാളിൽ കുറച്ച് പ്രായമായ ആൾക്കാർ ഒരു നാടകം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു നാടകം പ്രാക്ടീസ് ചെയ്യണം. അവിചാരിതമായി തിരിഞ്ഞളിച്ച അയാൾ അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടും. അങ്ങനെ അയാളെ പിടിച്ചിരുത്തിയിട്ട് ഇവർ നാടകം റീഡിങ് നടന്നുകൊടുക്കുക. അപ്പോൾ റീഡിങ് ചെയ്യും. അപ്പോൾ റോമിയോ ആൻഡ് ജൂലിയറ്റാണ് ഷേക്സ്പിയറിൻ്റെ, അതാണ് ഇവർ നാടകം അരങ്ങേറാൻ ഉദ്ദേശിക്കുന്നത്. ഒക്കെ പ്രായമായ ആൾക്കാരാണ്, ചിലവരൊക്കെ വടിയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ്. അപ്പം അവരൊക്കെയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് സ്റ്റേജ് ചെയ്യാൻ നോക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല ചെയ്യുന്നത്, അത് അവർ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇയാളെ നാടകത്തിൻ്റെ ഭാഗമാവുകയാണ്. ഇയാൾക്ക് താല്പര്യമൊന്നുമില്ലാതെ തന്നെ. ആ നാടകത്തിൻ്റെ ഭാഗമാവുന്ന സമയത്ത് ഇയാളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇയാളുടെ ആ സങ്കടവും ഇയാളുടെ ആ വിഷാദവും ഒക്കെ ആ നാടകത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതെങ്ങനെ ഇയാളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, ഇയാൾ എങ്ങനെ ഇയാളുടെ ജീവിതത്തെയും ഇയാളുടെ സങ്കടത്തെയും ഒക്കെ നോക്കിക്കാണുന്നു. ബന്ധങ്ങൾ, വിഷാദം, തെറപ്പി, അതേപോലെ തന്നെ ഇയാളും ഭാര്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലും, ഇയാൾ എല്ലാവരുമായിട്ട്, മകളായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ്, കോവർക്കേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ്, എവിടെയെങ്കിലുമൊക്കെ ഒരു ആൾക്കാരുമായിട്ടുള്ള, പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലൊക്കെ ഈ വിഷാദം എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. ഗംഭീര പെർഫോമൻസാണ് അതിൽ എല്ലാ നടന്മാരുടെയും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ നോക്കുക, സെർച്ച് ചെയ്യാം. ഗോസ്റ്റ് ലൈറ്റ് എന്നാണ് സിനിമയുടെ പേര്. ചില സമയത്ത് ഈ വളരെ ചെറിയ സിനിമകൾ കാണാൻ ഭയങ്കര രസമാണ്. ചെറിയ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് സിനിമ, ധാരാളം വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത സിനിമകൾ. പക്ഷേ ഈ ചെറിയ സിനിമകൾ നമ്മളോട് ചിലപ്പം വലിയ ചില കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. എന്താണ് ഇയാളെ സങ്കടം, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്, അല്ലെങ്കിൽ ദ ത്രിൽ ഓഫ് ദ മൂവി ഗോസ്. അങ്ങനെ ഇയാളവിടെ റോമിയോൻ്റെ ക്യാരക്ടർ ചെയ്യാണ് ഈ നാടകത്തിൽ. അതെങ്ങനെയാണ് നാടകം പോകുന്നു അതിൻ്റെ. അപ്പം ചില സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന ചില സീനുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ചില മൂമെൻറ്റ്സും ഉണ്ട്. കാരണം ഒരു സാധാരണ മനുഷ്യൻ്റെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വ്യസനങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഉറക്കെ ഉള്ളു തുറന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ചാൻസ് കിട്ടുകയാണെങ്കിൽ, ഇതിപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയതാണ്, ഇൻഡിപെൻഡൻറ്റ് മൂവി, ചെറിയ സിനിമയായതുകൊണ്ട് എല്ലാ തിയേറ്ററിലും ഇറങ്ങുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ OTTയിൽ വരികയാണെങ്കിൽ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്. ഇറ്റ്സ് എ സ്ലോ മൂവി, ബട്ട് ഇറ്റ്സ് എ വെരി ഇൻറ്റൻസ്. ഇറ്റ്സ് എ ട്രാജഡി എന്ന് പറയാൻ വേണമെങ്കിൽ. ഇപ്പോൾ റോമിയോ ആൻഡ് ജൂലിയറ്റ് ഒരു ട്രാജഡി ആണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ആ ഒരു റോമിയോ ആൻഡ് ജൂലിയറ്റിലെ ഡയലോഗുകളും ഇയാളെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ചില കാര്യങ്ങൾ, അതായത് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഇയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സിനിമയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ സിനിമകൾ ഞാൻ കാണുന്നത് ചെറിയ രീതിയിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. 3 സിനിമ എന്നുള്ളതിന് പകരം. എന്നാൽ പിന്നെ അങ്ങനെയാണ്.